പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച ഒരാൾക്ക് ലോകത്ത് എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ. ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും ദാരിദ്ര്യത്തെയും ബുദ്ധിമുട്ടുകളെയും അദ്ദേഹം വകവയ്ക്കാണ്ട് ദൈവസ്നേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോയി. ഉപേക്ഷിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും മുഖങ്ങളിൽ അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടു. അദ്ദേഹത്തിന് സേവനം വെറും കാരുണ്യ പ്രവൃത്തി മാത്രമായിരുന്നില്ല, മറിച്ച് ആരാധനയായിരുന്നു. അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധി അത്ഭുതകരമായ കാര്യങ്ങളിലല്ല, മറിച്ച് സ്നേഹം പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തു സാക്ഷിയാകുക എന്നതാണ്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു ദൈവത്തെ ഒന്നാമതാക്കാനുള്ള തീരുമാനമായിരുന്നു. പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രവൃത്തിയും ആരംഭിച്ചതും പൂർത്തീകരിച്ചതും. തൻ്റെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവകരുണയിൽ വിശ്വസിച്ചാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചത്. ദരിദ്രരെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ, വിശപ്പുള്ളവരെ ഊട്ടുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അദ്ദേഹം ജീവിച്ചു. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ചോദിക്കേണ്ടത് ഇതാണ്: ദൈവം നമുക്ക് ഒന്നാമനാണോ? വിജയവും സമ്പത്തും പ്രശസ്തിയും നമ്മെ പൂർണ്ണമായി വിഴുങ്ങുകയല്ലേ ചെയ്യുക? ദൈവത്തെ ഒന്നാമതാക്കുമ്പോൾ മറ്റെല്ലാം ശരിയായ സ്ഥാനത്തെത്തും എന്ന് വിശുദ്ധ വിൻസെൻ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ വിൻസെൻ്റ് നമ്മെ ഇന്ന് വിളിക്കുന്നത് വളരെ ലളിതമായാണ് എങ്കിലും വളരെ ഗൗരവമുള്ള ഒരു വഴിയിലേക്കാണ്. സേവനത്തിൻ്റെ പാതയിൽ സ്വാർത്ഥതയ്ക്ക് പുറത്തേക്ക് നോക്കുവാനും നമ്മുടെ ചുറ്റുപാടുകളിലെ വേദനകളെ തിരിച്ചറിയുവാനും അവിടേക്ക് ക്രിസ്തുവിൻ്റെ കരുണ എത്തിക്കുവാനും നാം വിളിക്കപ്പെട്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. നാം എല്ലാവരും വലിയ വലിയ ഫൗണ്ടേഴ്സ്, സ്ഥാപകരൊക്കെ ആകണമെന്നില്ല. പക്ഷേ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും ജോലി സ്ഥലങ്ങളിലും നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിലും ദൈവത്തിൻ്റെ ദയയുടെ സാക്ഷികളാകാം. കരുണ നിറഞ്ഞ ഹൃദയത്തോടും പ്രാർത്ഥന നിറഞ്ഞ ജീവിത പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഖ്യാപിക്കുന്ന മനസ്സോടും ജീവിക്കുവാൻ വിശുദ്ധ വിൻസെൻറ്റിനെ പോലെ നമുക്കും ദൈവകൃപ തേടാം.